ഹലോ, ഹാപ്പി വിഷു ഓൾ ഓഫ് യു. ഞാനും രാവിലെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. അത് കാരണം പിന്നെ കുറച്ച് അവിടെ കിച്ചണിൽ പോയിട്ട് വന്നു. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, വലിയ പണിയൊന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ എന്താണ്, സോ ഇന്ന് എല്ലാവർക്കും വിഷുവിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. നമുക്ക് കേരളീയർക്ക് പിന്നെ വേറൊരു ഗുണമുള്ള എന്താണെന്നറിയോ, എപ്പോഴും ഓരോരോ ആഘോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈസ്റ്റർ, അത് കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് വിഷു. ഇപ്പം ഈ പ്രാവശ്യം അങ്ങനെയാണ്, ചില സമയത്ത് ഇങ്ങനെ മാറി മാറി വരും അല്ലേ. വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പാട്ടിട്ടിട്ട് ഒരു കണി ഒരുക്കുക. പണ്ടൊന്നും ഇത്ര എലാബറേറ്റ് ആയിട്ട് കണിയൊന്നും ഒരുക്കില്ലായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും അത്ര എലാബറേറ്റ് അല്ലായിരുന്നു പണ്ട്. ഈ ഇൻസ്റ്റഗ്രാം ലൈഫ് വന്നേ പിന്നെയാണ് കേട്ടോ എല്ലാവരും ഇൻസ്റ്റഗ്രാമിന് റീൽസിന് വേണ്ടിയിട്ടാണ് കണിയെടുക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ എന്താ പറയുക, ഇത് എന്താ പറയുക, പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ നമ്മൾ. നമ്മുടെ പഴയ എന്താ പറയുക, സംസ്കാരം എല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. സോ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ പോകുന്നത് അതിജീവിതയെ പറ്റിയാണ്. നമ്മുടെ ദിലീപ് കേസിലുള്ള നടിയില്ലേ, ആ കുട്ടിയുടെ വിഷമം ഇന്ന് ഇങ്ങനെ ഒരു ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നുണ്ടായിരുന്നു. ആ അതിജീവിത പിന്നെയും 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 ക്രൂശിക്കപ്പെടുകയാണെന്ന് പറയുന്ന കേട്ടായിരുന്നു. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ കോടതി വ്യവസ്ഥിതികളിലെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടെന്ന് ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാതെ അതിജീവിതയും പിന്നെ ഈ പറഞ്ഞ പോലെ മജിസ്ട്രേറ്റും പിന്നെ മേ ബി 2 വക്കീലന്മാരും, അവരുടെ വക്കീലും പിന്നെ ഈ പ്രതിയുടെ വക്കീലും, പ്രതിയും കൂടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഹർജി ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ടോർച്ചറാണ് ശരിക്കും. പ്രതി വന്ന് നിൽക്കേണ്ട കാര്യം എന്താണ്? പ്രതി വന്നിട്ട് പ്രതികൾ ഈ സ്ത്രീയെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുക. കാരണം എന്താണെന്നറിയോ, തന്നെ പീഡിപ്പിച്ച ഒരാളെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടിയുടെ മാനസികാവസ്ഥ. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ പീഡിതയും പിന്നെ ഈ പിച്ചവനെയും ഒരിക്കലും കാണാൻ ഇല്ല. നിയമവ്യവസ്ഥയിൽ അങ്ങനെയാണ്. നേര് സിനിമ ഞങ്ങൾ കണ്ടില്ലായിരുന്നു, അതിനകത്ത് ആ കുട്ടി, അത് അതിന് കണ്ണ് കാണാത്തത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആക്ച്വലി ആ കുട്ടിയുടെ അവിടെ ഇങ്ങനെ ഒരു മറ വേണമെന്നാണ്. അതിനകത്ത് അവർക്ക് അന്ധയായ സ്ത്രീ ആയതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. ഇൻ ക്യാമറ വേണം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അമ്മയെ വിചാരണ ചെയ്യുമ്പോൾ ഇൻ ക്യാമറ, അത് നോക്കി വെച്ചോളൂ കേട്ടോ. അത് ക്രിമിനൽ ട്രയലിലൊക്കെ ഇങ്ങനെയുള്ള കേസസിൽ ആരും കേൾക്കാതെ വാദം നടത്താനും അല്ലെങ്കിൽ എന്താ പറയണ വിചാരണ ചെയ്യാനും ഒക്കെ അനുമതി തേടുന്നതാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്നാണ് അതിനെ പറയുന്നത്. അത് വളരെ സീക്രട്ടീവായിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കുറച്ച് ഇങ്ങനെ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രിറ്റീസൊക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ള കേസസിൽ അസാധാരണമായ തിരക്കായിരിക്കും കോടതികളിൽ കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് പല ഡിവോഴ്സ് കേസസ് ഒക്കെ ഇല്ലേ ഈ വരാറുണ്ട് മദ്രാസിൽ. എന്തൊരു തിരക്കാ, എവിടുന്ന ആൾക്കാർക്ക് ഈ ന്യൂസ് കിട്ടണ ഈ പപ്പരാസികൾക്കെന്ന് അറിയില്ല. ആ നടിയുടെയോ നടൻ്റെയോ പുറകിലായിരിക്കും ക്യാമറ. കഷ്ടം തോന്നും, അവരുടെ സ്വകാര്യതയിലേക്ക് കടന്ന് കയറിയിട്ടാണ്. അവർ മനുഷ്യരില്ലേ, അവർ നമ്മളെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ. അവർ ആ സിൽവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവർക്ക് സ്വകാര്യത ഇല്ലാതെയാവോ? ഇതൊരു വല്ലാത്ത ഒരു സങ്കടകരമായ അവസ്ഥയാണല്ലേ ഇത്, ഈ ആളുകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അത് പറയുമ്പോൾ എനിക്ക് ഈ ആക്സിഡൻറ്റ് അതൊക്കെ കാണുമ്പോൾ ഇല്ല, അതും പറയാതെ വയ്യ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ മറിഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടിട്ട് ഇതെടുക്കുന്നത്, എന്താ പിക്ചർ എടുക്കുന്നത്. ഇതെല്ലാം സ്വകാര്യതയുടെ കടന്നുകയറ്റമാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്കും വീട്ടിൻ്റെ പണികൾ കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴേ യു ഹവ് സീൻ കോമൺ ഇതില്ലേ ചാർജിങ് പോയിന്റ്സ്, അതിലൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആ ചാർജിങ് പോയിന്റ്സിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ചാർജ് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ ഐപാഡൊക്കെ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെക്കണം അത്ര. ബിക്കോസ് USB കേബിൾസ് വഴി പബ്ലിക് ചാർജിങ് പ്ലേസസ് എന്നാണ് കേട്ടോ, ഞാൻ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. പബ്ലിക് ചാർജിങ് പ്ലേസസിൽ ദർ ഇസ് എ മാൽവെയർ എന്ന്, നമ്മളുടെ
കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാനും നമ്മുടെ പാസ്വേഡൊക്കെ മനസ്സിലാക്കാനും. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ഐഫോണൊക്കെ ഓപ്പൺ ചെയ്യില്ലേ, അതൊന്നും ചെയ്യരുതെന്ന്. കാരണം പണി കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഇത് ഈ ഓരോ പ്രാവശ്യവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ എപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഡാറ്റ അവർ ചോർത്തിക്കൊണ്ട് പോകണമെന്ന് അറിയില്ല. ഇതുപോലെ എന്താ പറയണേ, കടന്നുകയറ്റങ്ങളുടെ കാലമാണ്. ഈ എന്താ പറയുക, ഒരു പക്ഷേ ആഫ്രിക്കയിൽ ഇരുന്നിട്ടായിരിക്കും നമ്മുടെ ബാങ്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ബി കെയർഫുൾ. ഇതിൻ്റെ ഇടയിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അതിജീവിതയെ പറ്റിയാണ്. അപ്പം ഇന്നത്തെ രാവിലത്തെ പേപ്പറിൽ ഒരു കുറിപ്പ് കണ്ടായിരുന്നു, എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ജസ്റ്റിസ് കമാൽ പാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയായിരുന്നു ആ മജിസ്ട്രേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ 3 പ്രാവശ്യം ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ അതടങ്ങിയ ആ പെൻ ഡ്രൈവിൻ്റെ എങ്കിലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ബ്രീച്ചാണ് നടന്നിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ എവിടെ പോയാലാണ് നമുക്ക് നീതി ലഭിക്കുക അല്ലേ? നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ആരെയും വിശ്വസിക്കാൻ വയ്യ. നമ്മുടെ ഈ ഫോണിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേ ഞാൻ സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളെ പറ്റി. ചിലപ്പോൾ ഒരു ടാജ് ഹോട്ടലിൽ നിന്ന് സംസാരിച്ചു എന്ന് വിചാരിച്ചോ, ടാജ് ഹോട്ടലൊക്കെ നല്ലതാണല്ലേ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുറേ ടാജ് ഹോട്ടൽസിൻ്റെ വിവരങ്ങളെല്ലാം എൻ്റെ ഇമെയിലിലേക്കും അല്ലെങ്കിൽ ഞാൻ ഇത് FB തുറന്ന അതിലേക്കും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. സോ ദാറ്റ് ഷോസ് ദാറ്റ് this phone is really taking some kind of information through our നമ്മൾ എന്താ പറയുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക സീക്രട്ടീവ് അറ്റ് ഓൾ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും നമ്മൾ ഈ ഫോൺ എവിടെ കൊണ്ടുപോകുന്നുവോ അവിടെയെല്ലാം വി ഹവ് ബീൻ മോണിറ്റേർഡ് എന്ന് എനിക്ക് തോന്നുന്നത്. മോണിറ്റേർഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വാച്ചബിൾ ആണ്. നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. someone is watching you. I don't know who it is. We are under the surveillance എന്ന് വേണം പറയാനായിട്ട് അല്ലേ. I think that's the right word. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. കഴിയുന്നതും ഫോൺ പോയിന്റ്സ് ഒക്കെ ബെഡ്റൂമിന് പുറത്ത് വെച്ചിട്ട് യു ക്യാൻ ചാർജ് ഇറ്റ്. ഒരു രാത്രി കൊണ്ട് നമ്മൾ ഒരു മെസ്സേജ് നോക്കിയിട്ടില്ലെങ്കിലും ഒന്നും ആവാൻ പോണില്ല. ഐ തിങ്ക് വി നീഡ് ടു ഡീടോക്സിക്കേറ്റ് അവർ സെൽസ് ഫ്രം ദിസ് സോഷ്യൽ മീഡിയ. എനിക്കുണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഹാബിറ്റ്. ഐ കീപ്പ് ഓൺ ചെക്കിങ് മൈ എനിക്ക് എത്ര ഫോളോവേഴ്സായി, എത്ര സബ്സ്ക്രൈബേഴ്സായി, ആരൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു അഡിക്ഷനും വരുന്നുണ്ട്. സോ ആരും അതിനകത്ത് പെടരുത്. ജസ്റ്റ് കീപ് സം ടൈം ഫോർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് വെൻ യു ഹാവ് ടു ലിസൺ ടു ദിസ് സോഷ്യൽ മീഡിയ ദാറ്റ് ഓൾസോ യു ഷുഡ് ഹാവ് എ സ്പെസിഫിക് ടൈമിങ്. റീഡിങ്ങിന് കുറച്ച് സമയം വെക്കുക. കാരണം എന്താണെന്നറിയോ, read a book a day, a page a day, at least a paragraph a day. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ആകുക? നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് എപ്പോഴാണ്? സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്ക്രാപ്പ് എല്ലാം കൂടെ എടുത്ത് നമ്മൾ തലയിലോട്ട് കയറ്റിയാലുണ്ടല്ലോ, ഇറ്റ്സ് ഗോയിങ് ടു ബി അവർ ബ്രെയിൻ വിൽ ബി ഗെറ്റിംഗ് മെസ്ഡ് അപ്പ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ വായിക്കുക, കുറച്ച് നമ്മൾ ഡൈവേർട്ടഡ് ആകുക. പിന്നെ എന്താ പറയണ, ഇങ്ങനെയുള്ള അതിജീവിതമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്ന് എംപതൈസ് ചെയ്ത് നോക്കൂ. എന്താണല്ലേ ആ കുട്ടിയുടെ അവസ്ഥ? ശരിക്കും വല്ലാണ്ട് പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കണ്ണും കാതും തുറന്നിരിക്കുക എപ്പോഴും. പിന്നെ വേറെ എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത്? ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ, സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ കുറിപ്പ് എഴുതി തീർക്കുന്നുണ്ട്. ഇന്നത്തെ പേപ്പറിൽ നമ്മൾ മാതൃഭൂമിയിൽ ഞാൻ കണ്ടായിരുന്നു. സോ സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ സത്യം വിജയിക്കട്ടെ എന്നല്ലേ എല്ലാ കോടതികളുടെ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്ന് ഇവിടുന്നോ എടുത്തതാണെന്നാണ് പറയുന്നത്. ഇതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ അവിടെ അങ്ങാണ്ടാണ് ആദ്യം മോഹൻ മാളവിയോ അങ്ങനെയല്ലേ പേര്, പെട്ടെന്ന് മറന്നുപോയി. അദ്ദേഹമാണത് ആദ്യം ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ട് അമീർ ഖാൻ്റെ. അത് ഇടക്കാലം കൊണ്ട് നിർത്തിക്കളഞ്ഞു. പക്ഷേ അതിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞ് സിറ്റിസൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രോബ്ലംസ് പോർട്രേ ചെയ്തിട്ട് അമീർ ഖാൻ സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം. ഇറ്റ് വാസ് റിയലി നൈസ്. അത് നിർത്തിക്കളഞ്ഞു. അത് എന്താണാവോ, സത്യമേവ ജയത എന്നാണ് അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ പേര്. നമ്മുടെ അശോക സ്തംഭം ഇല്ലേ, അതിൽ നമ്മളുടെ എംബ്ലം ഉണ്ടല്ലോ, ഒഫീഷ്യൽ എംബ്ലം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ,
ആ 3 ഏഷ്യാറ്റിക് ലയൺസ് ഒരു പീഠത്തിൽ നിൽക്കുന്ന, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് സത്യമേവ ജയതേ എന്ന്. നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഇന്ത്യയുടെ എംബ്ലം എന്ന് പറയുന്നത്, ഒഫീഷ്യൽ എംബ്ലം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. സോ അത് ആരും എടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട് കേട്ടോ. എംബ്ലംസ് ആക്ട് പ്രകാരം യു കനോട്ട് യൂസ് ദറ്റ് ഇത് ഇഫ് യു ആർ നോട്ട് എ ഗവൺമെൻറ് ഒഫീഷ്യൽസ്. അങ്ങനെ കുറേ നിയമാവലികളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ സത്യമേവ ജയതേന്ന് മാത്രം എടുത്ത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അത് മൊത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലെങ്കിൽ. അത് ആ ആക്ടിന് എഗൻസ്റ്റ് ആണ്. ദർ ഇസ് എൻ ആക്ട് കോൾഡ് ദ എംബ്ലംസ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ പതാക ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ദ ഫ്ലാഗ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് അതിൽ വരുന്നതാ. പതാക നമ്മൾ മേശവിരിയായിട്ട് ഉപയോഗിച്ചുകൂടാ. നമുക്ക് കൊടി പിടിക്കാനായിട്ട് വെറുതെ കൊടി പിടിച്ച് പോകാൻ പാടില്ല. ആവശ്യമില്ലാതെ കാറിലൊക്കെ കൊടിയായിട്ട് വെച്ച് പോകാൻ പാടില്ല സാധാരണക്കാർ. അതിനൊക്കെ അലൗഡ് അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അത് ഇറ്റ് ഈസ് ആക്ച്വലി എഗൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദോസ് ഫ്ലാഗ് ആക്ടും എംബ്ലം ആക്ടും ഒക്കെ. സോ അതൊക്കെ അഡ്ഹിയർ ചെയ്ത് ജീവിക്കേണ്ടത് ഒരു സാധാരണ പൗരനായ നമ്മളുടെ കടമയാണ്. നമ്മളതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ ആക്റ്റൊക്കെ ഉണ്ടെന്നും അറിഞ്ഞിരിക്കണം. സോ സത്യമേവ ജയതയിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം ഇല്ലേ. ഇത്രയും ഒരു സെലിബ്രിറ്റി ഒരു കുട്ടീനെ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി നടുറോട്ടിലിട്ട് വേണ്ടാതീനമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം, ഒരു സ്റ്റേറ്റാണ് നമ്മുടേതെന്ന് അറിയുമ്പോൾ ഒരു വല്ലാത്ത ഒരു ജോൾട്ടല്ലേ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്നത്. അന്നൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ എനിക്കിത് ഓർമ്മ വരികയാണ്. ആ നേര് സിനിമ കണ്ടപ്പോൾ മുഴുവനും എനിക്ക് ഈ കുട്ടിയായിട്ടാ ഓർമ്മ വന്നത്. അത് എത്ര അനുഭവിച്ചിട്ടുണ്ടാവില്ല ആ നടി അതിനകത്ത്. പേരിപ്പം എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നമ്മളത് പറയാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. വിക്ടിമിൻ്റെ പേര് പറഞ്ഞുകൂടാന്നൊക്കെ ഉണ്ട്. അന്ന് ഡൽഹി പ്രോബ്ലംസിൽ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ പേരും നിർഭയ എന്നല്ലേ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സ്വന്തം പേര് പറഞ്ഞില്ലല്ലോ, മരിച്ചു പോയി. എത്ര ടോർച്ചറാണ് ചെയ്തിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ബുദ്ധിയോട് കൂടിയിട്ട് ഉള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇത്. അപ്പോൾ ആ ബുദ്ധി മന്ദിപ്പിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി മരവിപ്പിക്കുന്ന എന്തോ സാമഗ്രികൾ അവർ ബാഹ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും അവരുടെ അടുത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അവരെ നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കുക, അവരെ കൊണ്ടുപോയി അതിൽ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. സോ ഇന്നത്തെ എൻ്റെ ഈ ടോക്ക് ഐ എം ഡെഡിക്കേറ്റിംഗ് ടു ദാറ്റ് അതിജീവിത. ആൻഡ് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ സംസ്കാരം പഠിപ്പിക്കുക. ആസ്ക് ദം ടു റിഫ്രെയിൻ ഫ്രം യൂസിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് എന്ത് മരുന്നെന്ന് അതിനെ പറയുക, ഓൾ ദിസ് കൈൻഡ് ഓഫ് എക്സ്ട്രാ ഈ ഇത് കിട്ടണ എന്താ സ്പിരിറ്റ് കിട്ടുന്നതോ എന്തോ അവരുടെ വിചാരമില്ലേ. ചില IITസിലൊക്കെ അങ്ങനെ ഒരു തെറ്റായ ധാരണയൊക്കെ പിള്ളേർക്ക് ഉണ്ടെന്ന്. ഇങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധി വളരുന്ന, അതൊക്കെ വെറുതെയാണ്. ബുദ്ധി മന്ദിച്ചു പോവുകയുള്ളൂ. ദാറ്റ്സ് റോങ്. ദാറ്റ് ഈസ് ദ വേ ഹൗ ദേ ആർ ഇൻസ്റ്റില്ലിങ് ദിസ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റുഡൻസ് സോ ദാറ്റ് ദേ വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദിസ് ബാഡ് ഹാബിറ്റ്. ഒരിക്കലും ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇന്നത്തെ ഈ വിഷുദിനത്തിൽ എൻ്റെ സന്ദേശം അതാണ്. ജസ്റ്റ് റിഫ്രെയിൻ ഫ്രം യൂസിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് ദാറ്റ് വിൽ റിയലി റൂയിൻ യുവർ ലൈഫ് ആസ് വെൽ ആസ് യുവർ ബോഡി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ പകുതി നശിച്ച് കിടക്കുന്നുണ്ടാകും. നമ്മളുടെ യൂത്തിൽ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റിഫ്രെയിൻ ഫ്രം ദിസ്. നമുക്ക് അങ്ങനെ തോന്നും കേട്ടോ. ഇപ്പോൾ ഞാനൊരു പ്രാവശ്യം നമ്മുടെ എഡിസൻ്റെ കഥ പറഞ്ഞിരുന്നു. എഡിസൺ വിൽ നോട്ട് ഡ്രിങ്ക് ഓർ സ്മോക്ക്. എന്താണെന്ന് വെച്ചാൽ എഡിസൺ പറയുന്ന എനിക്കൊരു ഗോളുണ്ട്. ആ ഗോള് ഹി വാസ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻവെൻറ്റിങ് ബൾബ് അല്ലേ. സോ ആ പ്രോസസ്സിൽ ഹി ഡിൻ വോണ്ട് ടു ഗെറ്റ് സ്വേഡ് ഓഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും ഇൻടോക്സിക്കേറ്റഡ് ആകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. സോ ഇറ്റ് വിൽ മേക്ക് ഹിം ടു മൂവ് അവേ ഫ്രം ദ പാത്ത് ഓഫ് ഹിസ് ഗോൾ അല്ലേ. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം റിഫ്രെയിൻ ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോടും പറയായിരുന്നു, പ്ലീസ് ഡോണ്ട് ട്രൈ ടു ഡു ദിസ് വിത്ത് മീ എന്ന്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്കും പറയാം, നോക്കൂ ഞാൻ വരാം നിങ്ങളുടെ കൂടെ, പക്ഷേ എന്നെ ഇതിലേക്ക് ഒന്നും വലിച്ചിടാൻ നോക്കരുത്. നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും വരരുത്. ബിക്കോസ് മൈ ഗോൾ ഈസ് ഡിഫറെൻറ്റ്. അങ്ങനെ ഈച്ച് പേഴ്സണിന് ഒരു ഗോൾ ഉണ്ടാകണം കേട്ടോ. ആ ഗോളിന് തടസ്സമായിട്ട് വരുന്ന ഒന്നിലും നമ്മൾ കയറി നിന്ന് കളയരുത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷുദിനത്തിൽ ഇതായിരിക്കട്ടെ സന്ദേശം. Refrain from
കഴിയുന്നത്ര ഈവിൽസിൽ നിന്ന് നമ്മൾ റിഫ്രെയിൻ ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് നമ്മുടെ യൂത്തിന് നല്ലതല്ല. യൂത്തിന് നല്ല ആർക്കും നല്ലതല്ല. പക്ഷേ ആർ യൂത്ത് ഓൺലി ഷുഡ് കം ഫോർവേഡ് ആൻഡ് ജസ്റ്റ് ടേക്ക് എ ഓത്ത് സെയിങ് ദാറ്റ് ഐ വിൽ റിഫ്രെയിൻ ഫ്രം യൂസിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വിഷു ആശംസിച്ചുകൊണ്ട് 2024 വിഷു എല്ലാവർക്കും നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സ്മൈലിംഗ്. താങ്ക് യു.